ഹലോ അമ്മ. മോളെ ഐഷു, നമ്മളെ വീട്ടിന് ജപ്തിയാണ്. ഒരാഴ്ച കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഉമ്മാക്ക് അറിഞ്ഞൂടാ മക്കളെ. കരയാതിരിക്കുമ്മ, പടച്ചോ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും. മോളെ, ഉമ്മ ഒരു കാര്യം പറയട്ടെ. മോളുടെ സ്വർണം നാളത്തേക്ക് ഉമ്മാക്കൊന്ന് പണയം വെക്കാനായിട്ടോ. ഉമ്മ, അത് പിന്നെ ഇവിടുത്തെ ഇക്കാരോടും ഉമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയാ. ഷേ, നീ എന്ത് വിഡിതമാണ് കുട്ടി പറയണത്? അവരാരെങ്കിലും അറിഞ്ഞാൽ സമ്മതിക്കോ? ഞാൻ എങ്ങനെയെങ്കിലും 2 മാസം കൊണ്ട് എൻ്റെ ശമ്പളം കിട്ടുമ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ അതിൽ നിന്ന് ഒരു കൂട്ടി ഞാൻ എടുത്ത് തരാം. ഉമ്മ, എനിക്ക് എന്തോ ഒരു പേടി പോലമ്മ. ഞാൻ അവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് തരാമ്മ. എടി കൊച്ചേ, ഞാൻ നിന്നോട് പണയം വെക്കാനല്ലേ ചോദിച്ചത്, വിൽക്കാനല്ലല്ല. അല്ലെങ്കിൽ എനിക്കിത് തന്നെ വേണം. നിന്റെ വാപ്പായെ കുടുംബം നോക്കാതെ നടന്നപ്പം ഞാൻ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് വീട് സ്ഥലവും പണയം വെച്ചതാണ്. അതിന് ഞാൻ മാസം മാസം എന്തുമാത്രം പലിശ അടയ്ക്കണമെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ഉമ്മാക്ക് വേറെ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് മോളോട് ഈ ഇരക്കണത്. എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. എല്ലാം വരും പോലെ വരട്ടെ. പഠിച്ചവനെ, ഞാനിനി എന്ത് ചെയ്യും? ഉമ്മാരുടെ അവസ്ഥയാണെങ്കിൽ എനിക്കറിയാം. ഇവിടെ ചോദിക്കാതെ ഞാൻ എങ്ങനെയാണ്? എനിക്കറിഞ്ഞൂടെ. ഉമ്മ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവളാണ്. തനിക്കും തന്നെ അനിയത്തിക്കും വേണ്ടി ജീവിതം വരെ മാറ്റിവെച്ചവളാണ്. അങ്ങനെയുള്ള ഉമ്മ ഇന്ന് കിടപ്പാടം തിരികെ ഭൂമിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ കെഞ്ചുകയാണ്. എന്തൊരു ദയനീയ അവസ്ഥ. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു അർത്ഥവും ഇല്ല. എന്തമ്മ? മോളെ, കുറച്ചേ മീൻ കിട്ടിയിട്ടുണ്ട്. നിന്റെ വാപ്പായെ, മോന്റെ വാപ്പ ചന്തയിൽ പോയപ്പോ നല്ല തുണ്ട മീൻ കിട്ടിയിരുന്നു. മോക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ വാപ്പ കുറച്ച് വാങ്ങിച്ചു തന്നു. ഇത് ഉമ്മ പൊരിക്കണോ അത് കറി വെക്കണോ മക്കളെ? ഇത് നമുക്ക് പൊരിക്കാം ഉമ്മ, പൊരിക്കാം. എങ്കിൽ ഒരു കാര്യം ചെയ്യും, മോള് കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോ. രാവിലെ ഇട്ട് തുടങ്ങിയല്ലേ. ഉമ്മ ഈ കറിയൊക്കെ വെക്കാം. അതിൽ നിന്ന് എല്ലാം മീൻ ക്ലീൻ ആക്കിയിട്ടേ ഉമ്മ അങ്ങോട്ട് പൊരിക്കാം. അതൊന്നും വേണ്ട, ഇത് ഞാൻ ചെയ്തോളാം. ഉമ്മ പോയി റെസ്റ്റ് എടുത്തോ. ഇത് എനിക്ക് ചെയ്യുന്ന ജോലിയല്ലേ ഉള്ളൂ. ഒരു 5 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം. ഉമ്മ പൊരിക്കാം. പക്ഷെ വേണ്ട കുട്ടി, ഞാൻ ചെയ്തോളാന്ന്. ഈ കൊച്ചിന്റെ കാര്യം ഒരു പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. അത് തങ്കപ്പെട്ട മോള്. എങ്ങനെയാണ് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങുന്നത്? ഫ്രഷായിട്ട് തന്നെ കഴിക്കുകയാണ്. ഓ, അവരെല്ലാരും കഴിച്ചിട്ട്
നാളെ ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടാ അമ്മയായിട്ട് കൊറേ ദിവസമായി. ചോദിച്ചാ അല്ല ഇക്കാലത്ത് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. നാളെ ഇനിയിപ്പോ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവര് സമ്മതിക്കാനേ പോയിട്ടോ നീ. എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിച്ചു. ഞാൻ കഴിച്ചാ കുടിച്ച എന്തിനറിയണം? എന്നെക്കുറിച്ച് ഓർക്ക് എവിടെയും സമയം. ഉമ്മയും പെങ്ങളും വാപ്പയൊക്കെ മതി. ഇക്കാരുടെ അടുത്ത് എല്ലാം തുറന്ന് പറഞ്ഞാലോ? വേണ്ട, എന്നെ കേൾക്ക എവിടെ അല്ലെങ്കിലും ആരും ഇല്ലല്ലോ. ഉമ്മായെ സഹായിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതെങ്ങനാ? ഇവിടെ എല്ലാവരെയും അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തമായ അഭിപ്രായമില്ലാത്ത ഒരു മനുഷ്യനും. എന്നെക്കാളും മുൻഗണന ഇക്കാക്ക് അവരുടെ ആൾക്കാർക്കാ. പഠിച്ചോനെ, എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ. മോള് ഇന്ന് രാവിലെ എണീച്ച? എല്ലാം റെഡി ആയാ? അമ്മ എണീച്ച? എല്ലാം റെഡിയായി അമ്മ. ഞാനിന്ന് നേരത്തെ എണീച്ചായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോ എണീച്ചു. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അമ്മ 5 മണിക്കൊക്കെ അല്ലേ എണീച്ച് വരണത്. അപ്പോഴത്തേക്ക് മോള് അപ്പോഴല്ലേ വരുവുള്ളൂ. ഇന്ന് മോള് 4 മണിക്ക് എണീച്ചല്ലേ? ചുമ്മാ അല്ല, എല്ലാ പണിയും തീർന്നല്ല. പിന്നെ അമ്മ, ഞാനേ ഇന്നൊന്ന് വീട്ടിലോട്ട് പൊക്കോട്ടാ. അശ്ശടാ, ഞാൻ മോളുടെ അടുത്ത് പറയാൻ മറന്നുപോയി. ഇന്നേ നിന്റെ നാത്തൂനും പിള്ളേരൊക്കെ വരണുണ്ട്. ഇന്നലെ രാത്രിയാണ് എന്നെ വിളിച്ച് പറയണത്. പിള്ളേർക്ക് ഓണ അവധിയൊക്കെ അല്ലേ, 2-3 ദിവസം വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു കാര്യം ചെയ്യാം മോളെ, അവര് വന്ന് പോയിട്ട് മുക്കക്ക് പോവാം. മോൾ എന്തായാലും കഴിക്കാൻ, അവ ഇപ്പം വരും. വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയെങ്കിലും സ്വർണം കൊടുക്കാന്ന് കരുതിയതാ. ഒന്നും നടക്കാൻ പോണില്ല. പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കൊണ്ടുവരാം. ഇട്ടിരുന്നോ? മോനും വാപ്പായൊക്കെ കഴിച്ചാ മക്കളെ? അവരൊക്കെ കഴിച്ചിമ്മ. ഇനി ഉമ്മായി ഞാനേ ഉള്ളൂ. മോളെ, ഇന്ന് ഉച്ചക്ക് ബിരിയാണി ആക്കി. കൊച്ചുങ്ങൾക്ക് നിന്റെ ബിരിയാണി എന്ന് വെച്ചാൽ ജീവനാണ്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിളിച്ചപ്പോ അതേ പറയാളൂ, മാമിയുടെ ബിരിയാണി വേണേ, ബിരിയാണി വേണേ. മോക്കേ, കൊച്ചിന്റെ മക്കള് ഇപ്പൊ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. വെക്കാം. ഇനി എന്ത് ചെയ്യും? ഉമ്മാക്ക് ഒരു സമാധാനം കാണില്ല. പാപ്പ ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ചപ്പം ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഉമ്മായെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ പടച്ചവൻ പോലും പൊറുക്കില്ല. ഞാനിനി എന്ത് ചെയ്യും?
ഒന്ന് ഫോൺ ഇടുമ്മ. ഫോണിലാണല്ലേ വിളിക്കുന്നത്. ഹലോ മോളെ. ആ ഹലോ ഉമ്മ, സുഖം തന്നെ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. അതേ ഉമ്മ, ഞാനിപ്പോൾ വിളിച്ചതേ ഉമ്മ പറഞ്ഞതിന് മുമ്പ് എനിക്ക് ഫോൺ വെക്കണം. പിന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ് ഉമ്മക്ക് തരാനുള്ള സ്വർണം കൊണ്ട്. പക്ഷെ ഇവിടുന്ന് വരാൻ പറ്റില്ല ഉമ്മ. നാത്തൂനും പിള്ളേരൊക്കെ നിന്ന് വരണം. അപ്പോഴേ ഒരു കാര്യം ചെയ്യോ, ഉമ്മ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ആരും കാണാതെ സ്വർണം തന്നുവിടാം. എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ ഉമ്മ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മോളെ കോള് വന്നത്. ഉമ്മ സങ്കടപ്പെടാതിരിക്കുക, എല്ലാം ശരിയാവും. അവളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. 2 മാസം ഉമ്മ ആ പണം എടുത്തു തരും. അതുവരെ മക്കള് സമാധാനമായിട്ട് ഇരിക്കും. ഉമ്മ ഇനി കൂടുതലൊന്നും ചിന്തിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരം ആവുമ്പോൾ ഉമ്മ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം. ഞാൻ എങ്ങനെയെങ്കിലും തന്നുവിടും. ശരി ഉമ്മ, ഞാൻ ഫോൺ വെക്കണേ. ഓക്കെ. ആ ഉമ്മ, ഇത്തായും പിള്ളേരൊക്കെ വരണുണ്ടേ. ആ വന്നാ മോളെ. ആ ആ അമ്മ സുഖം തന്നെ? ഓ എന്തോന്ന് ഈ സുഖം. പെണ്ണങ്ങ് ഉണങ്ങിപ്പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാളും അങ്ങ് മെലിഞ്ഞുപോയി. ആകെ ഒരു ക്ഷീണം തന്നെ. അതെങ്ങനെയാണ് കൊച്ചേ, ഒരു വക കഴിക്കൂല. എപ്പോഴും ജോലി ജോലി എന്നും പറഞ്ഞ് എന്തെങ്കിലും ഏന്ത് മാന്ത പണികളും ചെയ്തോണ്ട് അങ്ങ് നടക്കും. ഒരു വക സമയത്തും കാലത്ത് കഴിക്കൂല. ഞാൻ എടുത്തു കൊടുക്കണം അതെന്തെങ്കിലും കഴിക്കണമെങ്കിൽ. അതൊക്കെ പോട്ട്. പിന്നെ അതിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നു. ഓ, യാത്രയൊന്നും ഒന്നും പറയണ്ടമ്മ. ബസ്സിലൊക്കെ ഇതെന്തോന്ന് തിരക്ക്. എന്റെ പൊന്നെ, ചമ്മന്തിയാണ് വന്നത്. പിന്നെ പിള്ളേർക്ക് ബിരിയാണി. അവിടുന്നോട്ടെ അവിടന്നേ ഇവിടം വരെ ഈ പെണ്ണ് ബിരിയാണിയെ കുറിച്ച് പറയാൻ തന്നെ. മാമിയുടെ ബിരിയാണി തിന്നണേ, ബിരിയാണി തിന്നണേ. മാമിയെ ബിരിയാണി വെച്ചല്ലേ മോളെ. പിന്നെ കൊച്ചേ, ഞാൻ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഒരു 2 പേഴ്സിലായിട്ടാണ് പൈസ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഇടയിൽ പോകുമ്പോഴത്തെ വണ്ടി കുലിക്കും. പിന്നെ മറ്റേ പൈസ ഒക്കെ വേറൊരു പേഴ്സിലാണ് വെച്ചിരുന്നത്. ധൃതിയിൽ ഇറങ്ങി വന്നപ്പോ ഈ വണ്ടിക്കൂലിക്കുള്ള കാശുള്ള സാധനം മാത്രം എടുത്ത് ബാഗിനകത്ത് ഇട്ടോണ്ട് അങ്ങനെയാണ്. കയ്യിലാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ല. ഓ, സാധനം വാങ്ങിച്ചോണ്ട് വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ. അതൊന്നും സാരയില്ലേത്താ, ഇങ്ങോട്ട് വാ. എന്തായാലും പിള്ളേർക്ക് ബിരിയാണി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ എന്റെ ആങ്ങളയുടെ വീട്ടിലല്ലേ ഞാൻ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല പിന്നെ അത് തന്നെ മോളെ. എന്തായാലും ഞങ്ങളൊക്കെ അതാ വിശന്ന് നിന്നെ കാത്തിരിക്കുകയാണ്. സമയം എന്താ 1 മണി കഴിഞ്ഞ്. വാ വരി, വന്നൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് ഇരിക്കുക കിടക്കുകയൊക്കെ ചെയ്യാം. വിശന്ന് മനുഷ്യന്റെ കണ്ണ് കാണാൻ വയ്യ. ഓ എനിക്ക് ഭയങ്കര വിശപ്പുമാ. രാവിലെ അവിടെ ഒന്നും കഴിച്ചൊന്നുമില്ല. നീ എന്തായാലും വിളമ്പടി. ഞാൻ അല്ലാ ഉള്ളത് പറയാല. ഇത്രയും നല്ല ബിരിയാണി കടയിൽ നിന്ന് പോലും വാങ്ങിച്ചാൽ കിട്ടൂല. സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണം. ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. അമ്മ, ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ. ഇനി നമുക്ക് വൈകുന്നേരം കാണാം. പാത്രം ഞാൻ കഴിക്കണോടി? പാത്രമൊക്കെ ഞാൻ കഴിച്ചോളാം. അവിടെ കിടക്കട്ടെ. ഇതാ ആ റൂം ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതാ റൂമിൽ പോയി കിടന്നോ. നീ ഉറങ്ങണില്ലേടി? ഞാനിങ്ങനെ ഉറങ്ങണ പരിപാടിയൊന്നും ഇല്ല. ഉച്ചക്ക് ഞാനങ്ങനെ ഉറങ്ങൂല. ഇവിടെ ഉമ്മായും എല്ലാരും ചോറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു. ഒന്ന് കണ്ണടക്കാൻ സമയത്തില്ല. ആര് ഈ സമയത്ത് കിടന്ന് വിളിക്കണം? ഇത്തിരി ചോറ് കഴിച്ചിട്ട് ആ പെണ്ണ് എവിടെ പോയി? എന്ന് നോക്കട്ടെ.
ഞാൻ എത്ര നേരം കൊണ്ട് കാത്തിരിക്കായിരുന്നു. ആ വാ. അല്ല, ഇത് ആര്? ഐശുവിന്റെ ഉമ്മായ. ഞാനേ കൊച്ചുങ്ങളൊക്കെ ഇന്ന് വന്നായിരുന്നേ. അപ്പത്തെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഉച്ചക്ക് ഇത്തിരി ഉച്ചമയക്കമുണ്ട്. കിടക്കാനായിട്ട് അങ്ങ് കണ്ണൊന്ന് അടച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ബെല്ല് കേട്ടു. ആ ഇരിക്കി മോളെ. ഉമ്മക്ക് കൂടി ഇത്തിരി ചായയും പലഹാരവും ഒക്കെ എടുത്തോണ്ട് വാ. ചായ കൊടുക്കാമ്മ. ഉമ്മ ഞാനിപ്പോ ചായ എടുത്തോണ്ട് വരാം. മോളെ കണ്ടിട്ട് കുറച്ചായില്ലേ, അതാണ് വന്നത്. ആ ഉമ്മാക്ക് മോളെ കാണാൻ തോന്നിയപ്പോ തന്നെ മോക്കൊന്ന് ഉമ്മായി കാണാൻ തോന്നിയായിരുന്നു. രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് വരണമെന്ന്. പിന്നെ അവിടെ കൊച്ചുങ്ങളും മോളും ഒക്കെ വന്നില്ലേ, കൊച്ചും മോളും ഒക്കെ വന്ന്. അവര് ഓണാവധിക്ക് 2-3 ദിവസം നിൽക്കാൻ വന്നില്ലേ. പിന്നെ എവിടെ ഇല്ലാതെ എങ്ങനെയാണ് ശരിയാവും? ഞാൻ പറഞ്ഞു അവര് വന്ന് പോയിട്ട് മോക്ക് വീട്ടിലോട്ട് പോവാ എന്നങ്ങ് പറഞ്ഞു. അല്ല, നിങ്ങൾ എന്തായാലും ഇരിക്കും. മോക്കും ഉമ്മാക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാൻ കാണൂലേ. ഞാനേ ഉറക്കെ ശരിയായില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് തല ചുറ്റി തുടങ്ങും. പിന്നെ നിൽക്കാൻ പറ്റൂല, അങ്ങ് വീഴും. ഞാറ്റ് പോയെന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണിച്ചിട്ട് എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടാ മോളെ. ചായയൊക്കെ കുടിപ്പിച്ചിട്ട് വേണം ഉമ്മയെ വിടാൻ, അല്ലാതെ വിടരുത്. ഞാൻ എന്തായാലും അധികം ഉറങ്ങൂല, കുറച്ചു നേരം ഒന്ന് മയങ്ങിട്ട് എണീക്കാം. അപ്പൊ ശരി, മോള് ഉമ്മയൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇരിക്കും. ഉമ്മ വാ, നമുക്ക് മുകളിലോട്ട് പോവാം. ഇത് ഉമ്മ ബാഗിനകത്ത് വെച്ചു. നീ വിഷമിക്കണ്ട മോളെ. ഉമ്മ എങ്ങനെയെങ്കിലും 2 മാസം കൊണ്ട് ഇത് എടുത്തു തരാം. നിനക്കറിയാല, നിന്റെ വിവാഹത്തിന് മാറ്റി വെച്ചിരുന്ന തുകയും കൂടി എടുത്തിട്ടാണ് അന്ന് വാപ്പ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. അങ്ങനെയാണ് പൈസ വാങ്ങിയത്. അല്ലെങ്കിൽ നിന്റെ നീ സ്വർണം വാങ്ങിക്കേണ്ട ഒരു ആവശ്യവും ഈ ഉമ്മാക്ക് വരൂലേ. ഗതികേട് കൊണ്ട് ഉമ്മ വാങ്ങിച്ചു പോകണം. എന്തായാലും പെട്ടെന്ന് എടുത്തു തരാം, മോളെ വിഷമിക്കാതിരിക്കും. അന്ന് കാശും പോയി, നിന്റെ വാപ്പായും പോയി. അതെല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ അമ്മ. എല്ലാം ശരിയാവും. പഠിച്ചോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ. അമ്മ വിഷമിക്കാതിരിക്കുക. അമ്മ 2 മാസം കൊണ്ട് എങ്ങനെയെങ്കിലും എടുത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ തന്നത്. പിന്നെ അതൊക്കെ പോട്ടെ, സ്കൂളിലെ പിള്ളേരൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമൊന്നും പറയണ്ട. കുറച്ച് സ്ട്രിക്റ്റ് ആയാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ പോലെയാണോ? ഇനി റിട്ടയർഡ് ആവാൻ 2 കൊല്ലം കൂടി. കുറച്ചൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണമെന്നുണ്ട് ഉള്ളില്. സമയം കുറെ ആയി മോളെ. ഉമ്മ പതുക്കെ അങ്ങ് ഇറങ്ങട്ടെ. ഇനി അവരെ ഒന്നും വിഷമിപ്പിക്കണ്ട. ഉമ്മ അങ്ങ് ഇറങ്ങാൻ നോക്കാം. ശരി ഉമ്മ, നമുക്ക് എന്നാ പോവാം. ഉമ്മ പെട്ടെന്ന് ചെല്ലി. ഇപ്പോഴാകുമ്പോൾ ഒരു ബസ്സുണ്ട്, അതിൽ നമുക്ക് പോവാം. വരി. പിന്നെ മോളെ, അവര് പോയി കഴിഞ്ഞാൽ മക്കളെ 2 ദിവസം വീട്ടിലൊന്നും നിൽക്കാൻ വരണം കേട്ടാ. നോക്കട്ടെ ഉമ്മ. ഐശ്വര്യ ഉമ്മ പോവാ ഇറങ്ങിയ. ഇറങ്ങട്ടെ. ഇപ്പോഴാകുമ്പോഴേ ഒരു ബസ്സുണ്ട്, അത് പോവാൻ പെട്ടെന്ന് വീട്ടിലെത്താം. മോള് തനിച്ചല്ലേ ഉള്ളൂ, ഇളയ മോള്. ശരി മോളെ, എന്നാ ഇറങ്ങട്ടെ. എങ്കിൽ ശരി, കാണാം. സമയം കിട്ടുമ്പോ അങ്ങോട്ടൊക്കെ ഇറങ്ങി. മോളെ, അവരൊന്നും ഉണർന്നില്ലല്ലോ. മോനെ ഒന്ന് വിളിക്കട്ടെ. നീ ഇത്തിരി ഈ ഫോണൊന്ന്, അവന്റെ നമ്പർ ഒന്ന് കുത്തി ഇങ്ങി തന്നാണ്. ഇക്കാരയമ്മ മോന്റെ ഇത് തന്നെ. ഹലോ മോനെ. എടാ, നിന്റെ തായും പിള്ളേര് കൊച്ചും വന്നിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്, വരണ വഴിക്ക് അവർക്ക് ഇത്തിരി ഓണമൊക്കെ അല്ലേ, ഇത്തിരി ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പോവാ. നമ്മളല്ലേ അവർക്ക് അതൊക്കെ എടുത്ത് കൊടുക്കാവുള്ളൂ, അല്ലേ? അതെ അമ്മ.
ആ നീ തരാ കൊച്ചിനും തള്ളക്കിനും അവർക്ക് ഇത് കളിപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടോ. ആ വെക്കേണേ കേട്ടാ. ആ ശരി. ഡ്രസ്സും പിള്ളേർ കളിപ്പാട്ടും. ആ കൊള്ളാല. ആ ഇപ്പം വല്ല അവൻ വരുമോ? എനിക്ക് പോണം തിരിച്ച്. നീ ഒന്ന് സമാധാനപ്പെട്ടിരി പെണ്ണെ, ഇപ്പം വരും. ആ നീ വന്നില്ല. ആ എപ്പോഴാ പിള്ളേരൊന്നും കൊണ്ടതിലേതാ? ആ ഞാൻ ഇന്ന് തന്നെ പോവടാ. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് വന്നത്. നീ ഇത്തിരി ഇങ്ങോട്ട് വന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വന്നാണ് ഇങ്ങോട്ട്. എടാ ഞാൻ മുഖപുരില്ലാതെ കാര്യം പറയാം. എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഇക്കാക്ക് ഒരു ബിസിനസ് തുടങ്ങിയ കാര്യം നിനക്കറിയില്ല. അറേഞ്ച് ചെയ്തിരുന്ന കുറച്ച് പൈസ, പക്ഷെ ഡിലേ വന്ന്. അപ്പൊ ഐശുവിനത്തെ സ്വർണം പണയം വെക്കാൻ തന്നാൽ വളരെ ഉപകാരമായിരുന്നു. നീ ഒന്ന് നോക്കടാന്ന്. ആ ഉമ്മ ഒന്ന് പറ ഉമ്മ. ഇത്ത ഞാനതൊന്ന് നോക്കട്ടെ താ, ഞാൻ പറയാം. കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞില്ലേ. നീ ഇനിയിപ്പോ ഒന്നും നോക്കണ്ട. നീ ഐശുവിനോട് പറഞ്ഞ ആ ഇരിക്കണ സ്വർണം അവൾ ഇട്ടേക്കണ വേണ്ട. അല്ലാത്തത് പെട്ടിയിലുണ്ടല്ലോ, അതെടുത്ത് അവൾക്ക് കൊടു. അവൾ എന്തായാലും തിരിച്ചെടുത്ത് തരും. ഒരു നല്ല കാര്യത്തിനല്ലേ. നമ്മളല്ലാതെ പിന്നെ വേറെ ആരാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണ ഓരോന്നും. അവള് തരുമായിരിക്കുമല്ലേ അമ്മ? മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. അവളെ മനസ്സിലിപ്പോ നമുക്ക് അറിയണമല്ലോ. ഇത്രയും നാളെ ചക്കരെ മോളെ തേന അടയെന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടെ നടന്നത്. എന്നാലും ചോദിക്കുമ്പോ അവളെ മനസ്സിരിപ്പൊന്നും അറിയണമല്ലോ. അവളെ എതിർത്തൊന്നും പറയൂലെന്നാണ് ഉമ്മാരെ വിശ്വാസം. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. വരി. ആ ഇക്ക വന്നാ ഞാൻ ചായ എടുത്തേക്കാം. എടി ഇത്താക്കെ എന്റെ സ്വർണ്ണം ഒത്തിരി വേണമെന്നാണ് പണയം വയ്ക്കാനായിട്ടാണ്. എന്താ അറിയാനെന്തോ ബിസിനസ് തുടങ്ങാനോ എന്തോ ആവശ്യത്തിനോ ഒരു 3 മാസം കഴിഞ്ഞ് എടുത്ത് തരാന്നാ പറയണേ. അതൊക്കെ അത് ഞാൻ എടി നീ അത് ഇന്ന് തന്നെ കൊടുക്കണം കേട്ടാ. ഇത്താണ് ഒരാളെ പോകാനായിട്ട് നിൽക്കുകയാണ്. ഇന്ന് പോകണം, നാളത്തേക്ക് പോകാൻ നിൽക്കുന്നില്ല, ഇന്ന് പോകണമെന്നും പറഞ്ഞ് നിൽക്കണം. അത്യാവശ്യം ഒന്നും നീ ഒന്ന് കൊടുക്കണേ. അത് ഞാൻ ഒരു 2 മാസത്തേക്ക് ഉമ്മക്ക് പണയം വെക്കാനായിട്ട് കൊടുത്തിക്കാം. നീ ഇത് എന്തോന്നാണ് പറയുന്നത്? നീ എന്റെ അടുത്ത് വാക്ക് ചോദിച്ചാ നീ? എന്തോന്നാടി നീ പറഞ്ഞത്? നിന്റെ സ്വർണ്ണം എല്ലാം കൂടി നീ ആരെടുത്ത് ചോദിച്ചിട്ടാണ് നിന്റെ തള്ളിക്ക് കൊണ്ടങ്ങ് തള്ളിക്കൊടുത്തത്? അത് ഉമ്മാക്ക് നല്ല ബുദ്ധിമുട്ട് വന്നുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഞങ്ങളുടെ വീടും വസ്തുവും ഒക്കെ ജപ്തിയായി. ആ ജപ്തി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉമ്മാക്ക് സ്വർണം കൊടുത്തത്. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ്. അവള ഒരു പൂങ്കണ്ണീര് ഒഴുകയാണങ്ങ്. തള്ളക്ക് സ്വർണം കൊടുത്തിട്ട് ഇടക്കിഴങ്ങ നിന്റെ അടുത്ത് അവൾ ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറക്കി വിടണം. അതാണ് വേണ്ടത്. അങ്ങനെ പറയല്ലേ ഇത്ത. ഒരു 2 മാസത്തെ കാലാവധി. ഉമ്മാക്ക് ശമ്പളം കിട്ടുമ്പോ അതെങ്ങനെയെങ്കിലും കൂട്ടി വെച്ചിട്ട് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഉമ്മക്ക് സ്കൂളിൽ ജോലിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ഒരു ടീച്ചറാണ്. എൻ്റെ ഉമ്മ പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കോ?
അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റൂല. നീ കൊണ്ടുവന്ന സ്വർണ്ണം ഈ വീട്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ നിന്റെ തള്ളയ്ക്ക് കൊണ്ടുപോയി അടവയ്ക്കാനുള്ളതല്ല. ഓ, പിന്നെ എന്തിനു കെട്ടിയെടുത്തോണ്ട് വന്നത് സ്വർണ്ണം എല്ലാം കൂടി? സ്ത്രീധനൊന്നൊരു പേര്, എന്നിട്ട് എല്ലാം കൂടി കെട്ടിപ്പൂട്ടി എടുത്ത് അങ്ങ് കൊണ്ട് പോവും അവള്. നീ എന്തോന്നാടാ ചെറുക്ക കുന്തം പിടിക്കാതല്ല നിക്കണത്. കൊണ്ട് ആ അവളെ തള്ളേനെടുത്ത് കൊണ്ട് ആക്കണോ? വീട്ടിൽ നിർത്തേക്കും ആകാരം പിടിച്ചേനെ. നീ ഇത് എന്തോന്നാണ് പറയുന്നത്? നീ എന്റെ അടുത്ത് വാക്ക് ചോദിച്ചാ നീ? ഞാൻ ചോദിക്കാതെ കൊടുത്തത് തെറ്റ് തന്നെയാണ്, എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ പേടിച്ചിട്ടാണ്. നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ അത് പിന്നെ എനിക്ക് കൊടുക്കാനും പറ്റാതാവും. ഞാൻ 2 ഘട്ടം ഒരു വഴിയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ 2 മാസമല്ലേ ഉമ്മ അത് എടുത്ത് തരുമെന്ന് പറഞ്ഞോട് കൊടുത്തത്. എന്നോട് ക്ഷമിക്കുക, ഒത്തിരി എന്നോട് ക്ഷമിക്കുക. നീ ഇറങ്ങിക്കോ നിന്റെ തുണി സാധനങ്ങൾ എടുത്തോണ്ട്. എനിക്ക് എന്റെ ഉമ്മ ഇത്തായി പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നീ എന്തോ കാണിച്ചു വെച്ചേനെ? വാടി വെച്ച അങ്ങോട്ട്. ഞാനേമ്മ ഒന്നും കൂടി ചെന്ന് നോക്കട്ടെ. അവിടെ തന്നെ അങ്ങ് നിൽക്കായിരിക്കും ഇപ്പൊ ഓരോന്നാലോചിക്കുന്നു. എങ്ങനെയെങ്കിലും ഉരുപ്പടി പറഞ്ഞു വിടാൻ നോക്ക്. നീ എന്തിനാണ് ഈ ഭാരം ചുമക്കണം? ഞാൻ ഒന്ന് പോയെന്നേ ഒന്നും കൂടി ഒന്ന് കുടങ്ങിട്ട് വരട്ടെ. ഇത്രയും നാൾ അവരെന്നെ സ്നേഹിച്ചത് സ്വർണത്തിന് വേണ്ടിയായിരുന്നല്ലോ പഠിച്ചോനെ. ഒരു മനുഷ്യർക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല. കുറ്റിയെടുത്ത് അങ്ങ് നിൽക്കണേ. നിന്റെ അടുത്തല്ലേ പറഞ്ഞ ഇവിടെ ഇറങ്ങി പോവാൻ? എന്റെ ആങ്ങളെ മുടിപ്പിക്കാനായിട്ട് ഉണ്ടായത്. ഇതാ മര്യാദക്ക് ഈ വീട്ടിൽ ഇറങ്ങിപ്പോണം. ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. നിങ്ങൾ ആരും വരണ്ട, ഞാൻ കൊണ്ടാക്കിക്കോളാം അവളെ വീട്ടില്. ഇറങ്ങി വരാൻ പറ ആ സാധനത്തിന്റെ അടുത്ത്. പെട്ടെന്നൊന്ന് ഇറങ്ങി വാ. നിന്നെ ആ വീട്ടിൽ കൊണ്ട് തള്ളിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോകാനുള്ളത്. മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? എന്നാ ദാ നിക്കണ നിങ്ങളെ മോള് പിടിച്ചോണ്ട് പോയി. ഒന്നും അറിയാത്ത പോലെ തള്ള ചോദിക്കണായിട്ടില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സ്ത്രീധനെ അങ്ങ് വിരിഞ്ഞ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഇനി എന്നാണോ ആ പണ്ടങ്ങളെല്ലാം വീട്ടിലെത്തണ അന്ന് മോള് വീട്ടിൽ വന്നാ മതി കേട്ടാ. പിടിച്ചോണ്ട് പോയി. ഈ ഉമ്മ കാരണം എൻ്റെ കുട്ടിയുടെ ജീവിതത്തെ കാരണല്ല. ഈ ഇരിപ്പിരിക്കണ കണ്ടിട്ട് ഉമ്മാക്ക് സഹിക്കണില്ല മക്കളെ, സഹിക്കണില്ല. മോളെന്തെങ്കിലും ഒന്ന് പറയും. നീ വന്ന അപ്പോഴേ തൊട്ട് ഇരിക്കാൻ തുടങ്ങിയല്ലേ? ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ എങ്ങനെയാണ് ഉമ്മാക്ക് താങ്ങാൻ പറ്റണം? ഉമ്മ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കിയിട്ട് ആ സ്വർണ്ണം എങ്ങനെയെങ്കിലും തിരിച്ചെടുത്ത് തരാം. കിടപ്പാടം വരെ കടമായി. ഞാനിനി എന്ത് ചെയ്യാനാണ് മോളെ? എനിക്കറിയാം അവിടെ എന്താണ് ഉണ്ടായതെങ്കിലും മോള് ഉമ്മയുടെ തുറന്നു പറ. പഠിച്ചോ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ചെയ്യാതിരിക്കൂല. മോള് പറ അവിടെ എന്താ ഉണ്ടായത്? അവിടുത്തെ കാര്യമൊന്നും പറയണമ്മ. ഇത്രയും നാളെ ഞാൻ എല്ലാരും വിശ്വസിച്ചിരുന്നു. അവരെ സ്നേഹമൊക്കെ സത്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ആ സ്വർണ്ണം എന്റെ കയ്യിലില്ലാന്ന് അറിഞ്ഞപ്പോ എല്ലാരെയും തനി സ്വഭാവം ഞാൻ കണ്ട്. പലപ്പോഴും കയറി വന്ന നാത്തു എന്നോടത്ത് മോഹം കറുപ്പിച്ച് ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. പിന്നെ ഉമ്മ എനിക്കിഷ്ടപ്പെട്ടതെല്ലാം വാപ്പാരടുത്ത് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വരും. ഇക്കാക്ക് പിന്നെ ഉമ്മയും ആ പെങ്ങളൊക്കെ കഴിയിട്ടേ ഞാനുള്ളൂങ്കിലും എനിക്ക് ഒരു പരാതിയും ഇല്ലായിരുന്നു. എല്ലാവർക്കും എന്നെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഉമ്മ, കുറച്ച് സ്വർണത്തിന്റെ പേരില്. ഇതൊക്കെ കേട്ടിട്ട് ഉമ്മാക്ക് തോന്നണതേ എന്റെ കുട്ടി എന്തു പറഞ്ഞാലും ഏത് തീരുമാനത്തിന് കൂടെ ഈ ഉമ്മ ഉണ്ടാവും. പക്ഷെ ഉമ്മ ഒന്ന് പറയട്ടെ, എൻ്റെ കുട്ടിക്ക് ആ നഴ്സിംഗ് പഠനം തുടർന്ന് പഠിച്ചൂടെ? ഉമ്മ ഒരു വിഡ്ഢിയായിപ്പോയി.
ആ ജോലി എങ്ങനെയെങ്കിലും പഠിപ്പിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോഴത്തെ ഉമ്മാരുടെ അവസ്ഥ, 2 പെൺമക്കളും വാപ്പയില്ലാത്ത അവസ്ഥ, അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കെട്ടിച്ചു വിട്ടത്. പക്ഷെ ഇനി വൈകിട്ടില്ല. എൻ്റെ കുഞ്ഞ് പഠിക്കണം, ഉമ്മ കൂടെ ഉണ്ടാവും. നമുക്ക് ഇനി അങ്ങോട്ടൊരു പോക്ക് വേണ്ട. ഇത്രയ്ക്കും ക്രൂര മനസ്സുള്ളവരുടെ കൂടെ ഇനി എൻ്റെ കുഞ്ഞ് പോണ്ട. പത്രങ്ങളിൽ ഓരോ ന്യൂസുകളും വാർത്തകളും കാണുമ്പോൾ ഉമ്മാരെ ചങ്ക് പെടയാണ്. എൻ്റെ കുഞ്ഞിനാകെത്തി വരണ്ട, ഉമ്മ കൂടെ ഉണ്ടാവും എല്ലാത്തിനും. ഉമ്മ ഒന്നുമില്ലെങ്കിൽ ഒരു അധ്യാപികയാണ്. നിനക്കറിയാമല്ല, നിന്റെ വാപ്പ മരിച്ചതിന് ശേഷം ഈ ഉമ്മയാണ് എൻ്റെ മക്കളെ വളർത്തിയെന്ന് എൻ്റെ ഉമ്മക്ക് നല്ലോണം എൻ്റെ പൊന്നുമോക്ക് അറിയാമല്ല. അതേപോലെ എൻ്റെ കുഞ്ഞും പഠിക്കണം, ജോലി വാങ്ങിക്കണം. വിവാഹമല്ല ഒരു പെണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോളെ, ഐഷു അല്ലേ? അതെ അതെ ചേച്ചി. ഇപ്പൊ ജോലിയായോ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിലെ നഴ്സാണ്. പിന്നെ മോളെ, നിന്റെ ആ പഴയ ഭർത്താവില്ലേ, അവൻ വേറെ കെട്ടി ഒരു പണച്ചാക്കിന്. സ്വർണ്ണ എന്താ ചോദിച്ച പേരിൽ ആ കുട്ടിയും കുടുംബവും കേസ് കൊടുത്തു. ഇപ്പം മോനും തള്ളയും നാത്തൂനും ഒക്കെ വീട് കോടതി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാന്താരി നാത്തൂൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. അവരെന്തെങ്കിലും ആവട്ടെ ചേച്ചി, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ നന്നാവണമെങ്കിൽ അവർ തന്നെ വിചാരിക്കും. അപ്പോൾ ശരി ചേച്ചി, ഞാൻ പോണ്. ശരി മോളെ, നന്നായി വരും. സ്ത്രീ തന്നെയാണ് ധനം, അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്.